മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ രണ്ട് ആയത്തുകളെയും കമ്പയർ ചെയ്തുകൊണ്ട് വിശദീകരിക്കുകയാണ്. ആലിമീങ്ങൾക്കാണ് അല്ലാഹുവിന്റെ മഅരിഫത്തിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാനും ഇബാദത്ത് ചെയ്യാനും ആലിമീങ്ങൾക്കാണ് പറ്റുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം റബ്ബ് വാഗ്ദാനം ചെയ്തത്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് മഹാനുഭാവൻ തന്റെ തഫ്സീറിൽ പറയുന്നതും ഇതേ സംഗതി തന്നെയാണ്. ഉലമാക്കൾക്കാണ് അല്ലാഹുവിന്റെ മഅരിഫത്തിനെ മനസ്സിലാക്കിയിട്ട് റബ്ബിലേക്ക് അടുക്കാൻ പറ്റുന്നത്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു രണ്ട് ഓഫർ കൊടുക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒന്ന് രാജാധികാരം കൊടുത്തു, രണ്ടാമത് ഓഫർ കൊടുക്കുകയാണ്. സുലൈമാൻ നബിയെ, നിങ്ങൾക്ക് ഇതാ രണ്ട് കാര്യം ഞാൻ തരാൻ പോവാണ്. ഒന്ന് രാജാധികാരം, ഈ ഭൂമി ലോകത്തിന്റെ മുഴുവൻ സർവാധിപനായിട്ടുള്ള രാജാധികാരം തരാൻ പോവാണ്. ഒന്ന് അതല്ലെങ്കിൽ അറിവ് തരാൻ പോവാണ്. രണ്ട് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറഞ്ഞു സുലൈമാൻ നബിയോട്. ഒന്നെങ്കിൽ രാജാധികാരം അല്ലെങ്കിൽ വിജ്ഞാനം. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിജ്ഞാനത്തെ തെരഞ്ഞെടുത്തു, അറിവിനെ സ്നേഹിച്ചു, വിജ്ഞാനത്തെ തെരഞ്ഞെടുത്തു. അപ്പൊ അല്ലാഹു എന്ത് കൊടുത്തു? ഈ ഭൂമി ലോകത്തിന്റെ മൊത്തം കംപ്ലീറ്റ് രാജാധികാരം കൊടുത്തു. ഉറുമ്പുകളുടെ, പക്ഷികളുടെ, ജീവികളുടെ അതിന്റെ ഡയമെൻഷൻ, അതിന്റെ മൂവ്മെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ലോകത്തെ അതിന്റെ ഒരു സാധാരണ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യന്മാരുടെ സ്വാഭാവികമായിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇൽമ തെരഞ്ഞെടുത്തത് കൊണ്ട് ഒരുപാട് മുഫസ്സിരീങ്ങളും ഒരുപാട് പണ്ഡിതന്മാരും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇൽമ തെരഞ്ഞെടുത്ത ആ ഒരു കാരണം കൊണ്ട് അല്ലാഹ് എന്ത് ചെയ്തു? ലോകത്തുള്ള മനുഷ്യന്മാരെ കംപ്ലീറ്റ് പ്ലസ് ലോകത്തുള്ള സർവ്വജീവികളെയും സംസാരിക്കാനും അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കാനും കാറ്റിന്റെ വേഗത്തിൽ ലോകത്തെവിടെയും സഞ്ചരിക്കാനുള്ള കപ്പാസിറ്റി അല്ലാഹു കൊടുക്കുകയാണ്. ഇൽമിനെ തെരഞ്ഞെടുത്തതുകൊണ്ടാണ് അല്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമ പഠിച്ചവർക്കുള്ള പ്രത്യേകതകൾ വിശുദ്ധ ഖുർആനിൽ എമ്പാടും സ്ഥലത്തുണ്ട്. സൂറത്തുൻ നംലിൽ 40-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു ഒരു മനോഹരമായ സംഭവം പറയുന്നുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബൽഖീസ് രാജ്ഞിയെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ബൽഖീസ് രാജകൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ബൽഖീസ് രാജ്ഞിയുടെ യമനിലുള്ള രാജകിരീടത്തെ സദസ്സിലേക്ക് ആരാണ് കൊണ്ടുവരിക? ചോദിക്കുകയാണ്. 3000 കിലോമീറ്റർ അപ്പുറത്തുള്ള യമനിൽ നിന്ന് മഹദിയായ ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ആരാണ് കൊണ്ടുവരുന്നത്? ഖാല ഇഫ്രീതുൻ മിനൽ ജിന്ന്. വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, ജിന്നുകളിൽപ്പെട്ട ഒരു ആള് പറഞ്ഞു, ഇഫ്രീതുൻ മിനൽ ജിന്ന് എന്ന് പറഞ്ഞു, ഞാൻ 1 മണിക്കൂർ കൊണ്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു. 3000 കിലോമീറ്റർ അപ്പുറമുണ്ട്. ഫലസ്തീനാണ് മഹാനായ സുലൈമാൻ നബിയുടെ കൊട്ടാരം ഉള്ളത്. ഫലസ്തീനിലേക്ക് എവിടെ നിന്ന്? യമനിൽ നിന്ന് കൊണ്ടുവരണം സാധനം, സിംഹാസനം. 1 മണിക്കൂർ കൊണ്ട് ഞാൻ കൊണ്ടുവരാം. ഫ്ലൈറ്റുള്ള കാലമല്ല, ഇന്നത്തെ പോലെ ബുള്ളറ്റ് ട്രെയിനുകളും അതുപോലെ റോക്കറ്റ് സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്ത കാലമാണ്. 1 മണിക്കൂർ കൊണ്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു. സുലൈമാൻ നബി പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് വന്നാ പോരാന്ന് പറഞ്ഞു. അപ്പോ ഒരു പണ്ഡിതൻ പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാല അല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തറഫുക. നബിയേ, അങ്ങ് കണ്ണൊന്ന് പൂട്ടി തുറക്കുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനം കൊണ്ടുവരാം. കണ്ണിമ വെട്ടുന്നതിന്റെ മുമ്പ്, കണ്ണ് പൂട്ടി തുറക്കുന്നതിന്റെ മൈക്രോ സെക്കൻഡുകൾ കൊണ്ട് ഞാൻ 3000 കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം കൊണ്ടുവരാം. ഖാല അല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്. വേദവാക്യങ്ങളിൽ വിജ്ഞാനമുള്ള അറിവുള്ള ഒരു പണ്ഡിതൻ. ലോകത്തുള്ള എമ്പാടും മുഫസ്സിറുകൾ ആരാണതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ആസഫ് ഇബ്നു ബർഖിയ. ആ പണ്ഡിതൻ പറഞ്ഞു, നബിയെ, 3000 കിലോമീറ്റർ അപ്പുറത്തുള്ള ആ സിംഹാസനം ഒന്ന് കണ്ണ് പൂട്ടി തുറക്കുന്നതിന്റെ മുമ്പ് ഞാൻ കൊണ്ടുവരാം. എന്റെ നന്മ എന്താണ്? അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് അമൽ ചെയ്തു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ വിജ്ഞാനം കരതമാക്കി. വിജ്ഞാനം പഠിക്കാന്നുള്ള അല്ലാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്ദി പ്രകടനമാണെന്നാണ്. അതാണ് അല്ലാഹു വലിയ മഹത്വങ്ങൾ കൊടുക്കുകയാണ് അല്ലേ? ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു മഹാനുഭാവന്റെ ചാരത്താണ് നമ്മളൊക്കെ. വലിയ ഭാഗ്യമാണ് ഈ നാട്ടുകാർക്ക്. മഹാനായ ശംസുൽ ഉലമ തങ്ങളുടെ ചാരത്താണ് ഇവിടെ ഇത്ര മനോഹരമായ ഒരു ഇസ്ലാമിന്റെ വിപ്ലവത്തിന്റെ പ്രസ്ഥാനങ്ങൾ, വിപ്ലവത്തിന്റെ സംരംഭങ്ങൾ തുടങ്ങി വെക്കുന്നത്. അല്ലാഹു അതൊക്കെ വിജയിപ്പിക്കട്ടെ. അതിനൊക്കെ നമ്മൾ മനക്കെട്ടുകൊണ്ട് നമ്മുടെ ഊർജ്ജവും നമ്മുടെ സമയവും ചെലവഴിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. നാളെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലുന്ന നേരത്ത് എന്തേ ഈ ദീനിന് നീ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തു പറയാനാണ്?
എന്ത് നമ്മൾക്ക് എടുത്തു കൊടുക്കാനാണ് അള്ളാന്റെ മുമ്പിൽ നന്മയായിട്ട്. അപ്പോ ഇങ്ങനത്തെ നന്മയുടെ സദസ്സുകളും ദുആയുടെ മജ്ലിസുകളും ഒക്കെ മാത്രമാണ് അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾക്ക് എടുത്തു കൊടുക്കാനുള്ളത്. അള്ളാഹു നമ്മൾക്ക് ബോധം തരട്ടെ. അള്ളാഹു എമ്പാടും പരിശുദ്ധമായ ദീനിനെ സ്നേഹിക്കാൻ അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തഫീദാ വലാ തകുൻ ഖാമിസാ. കുൻ ആലിമാ, പൊന്നുമോനെ നീ ആലിമാകണം. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ വിജ്ഞാനം പഠിക്കുന്ന വിദ്യാർത്ഥിയാകണം. ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ ആലിമിനെയും മുതഅല്ലിമിനെയും ഇഷ്ടമുള്ള പ്രിയമുള്ളവനാകണം. അല്ലെങ്കിൽ ഔ മുസ്തഫീദാ, അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ പ്രവർത്തനങ്ങളെ, ആലിമിനെയും മുതഅല്ലിമിനെയും അല്ലാഹുവിന്റെ വിജ്ഞാനത്തിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന, സഹകരിക്കുന്ന, ഉപകാരം ചെയ്യുന്നവനാകണം. വലാ തകുൻ ഖാമിസാ, അവൻ ആലിമല്ല, അവൻ വിജ്ഞാനം പഠിച്ചിട്ടില്ല, പഠിക്കുന്നുമില്ല. ആലിമീങ്ങളെയോ ദീനിന്റെ സദസ്സുകളെയോ പ്രിയമില്ല, അതിനെ സഹായിക്കുന്നുമില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപമാണ്. പൊന്നുമോനെ, പൊന്നുമോളെ, വലാ തകുൻ ഖാമിസാ, അഞ്ചാമത്തെ വിഭാഗത്തിൽ നിങ്ങൾ പെട്ടുപോകല്ലേ. അറിവില്ല, അല്ലാഹുവേ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, എനിക്ക് മുസല്ലിമാകാൻ പറ്റിയില്ല, ഞാൻ അല്ലാഹുവിന്റെ ദീനിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു റബ്ബേ, അല്ലെങ്കിൽ ഞാൻ നിന്റെ ദീനിനെ ഞാൻ അകമൊഴിഞ്ഞ് സഹായിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സദസ്സൊരുക്കിയിട്ടുള്ളത്. വിജ്ഞാനം പഠിക്കാനുള്ള മനോഹരമായ ഇൽമിന്റെ സദസ്സിലേക്ക് വന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഏറ്റവും വലിയ ഭാഗ്യമാ. നാളെ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ കോടതിയിൽ കോടാനുകോടി ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ, ലക്ഷക്കണക്കായ ആളുകൾ അല്ലാഹു നരകത്തിലോട്ട് വലിച്ചെറിയുമ്പോ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരികയാണ്. ഒരു മനുഷ്യൻ അല്ലാഹു നരകത്തിലോട്ട് വലിച്ചെറിയാൻ പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാ, മോനെ, പൊന്നുമോനോട് നരകത്തിലോട്ട് വലിച്ചെറിയാൻ പറയപ്പെട്ട നരകവാസിയായ ചെറുപ്പക്കാരനോടൊന്ന് ചോദിക്കണം. അള്ളാഹുവിന്റെ കോടതിയിൽ നരകത്തിലേക്ക് വലിച്ചെറിയാൻ ഒരു ചെറുപ്പക്കാരൻ, ഒരാൾ അള്ളാഹു തയ്യാറാക്കി വെച്ച്, തെറ്റ് മാത്രമാണുള്ളത്, നന്മയില്ല, നരകത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ സ്ഥാനമുള്ളത്. അങ്ങനെ നരകത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുമത്രേ, ജിബ്രീലെ, ആ മനുഷ്യനോടൊന്ന് ചോദിച്ചു നോക്ക്, ഏതെങ്കിലും ഒരു പണ്ഡിതനെ പ്രിയം വെച്ചിട്ടുണ്ടോ എന്ന്. അദ്ദേഹത്തിന് കംപ്ലീറ്റ് തിന്മയാണ്, നന്മയൊന്നുമില്ല. അവസാനം അല്ലാഹു ലാസ്റ്റ് ചാൻസ് എന്ന് പറയുന്ന പോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയും, ആ മനുഷ്യന് ഏതെങ്കിലും ഒരു പണ്ഡിതനെ പ്രിയം വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറയും. അള്ളാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, ഏതെങ്കിലും ബാലർമക്കാരൻ പറഞ്ഞതല്ല, പ്രിയപ്പെട്ടവരെ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുക, ആ മനുഷ്യനോട്, നരകവാസിയോട് ചോദിക്കും, നരകത്തിലേക്ക് പോകാൻ നിങ്ങൾ റെഡിയായി നിൽക്കുകയാണ്, നീ ഏതെങ്കിലും പണ്ഡിതനെ പ്രിയം വെച്ചിട്ടുണ്ടോ? ഇല്ല, ഒരാളെയും പ്രിയം വെച്ചിട്ടില്ല, കള്ളു കുടിച്ചു തോന്നിയ പോലെ നടന്നതാണ്. അപ്പൊ അള്ളാഹുവിനോട് ജിബ്രീൽ പറയും, ഒരു പണ്ഡിതനെയും ഇയാൾ പ്രിയം വെച്ചിട്ടില്ല. അപ്പോ അള്ളാഹു വീണ്ടും പറയും, ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, ഒരു പണ്ഡിതന്റെ സദസ്സിലും പങ്കെടുത്തില്ല, ഇൽമിന്റെ സദസ്സ് വരുമ്പോ അങ്ങ് പോയതാണ്. മൂന്നാമത് അള്ളാഹു ചോദിക്കും, ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ കൂടെ സുപ്രയിൽ സംഗമിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാ പണ്ഡിതന്റെ കൂടെ ഭക്ഷണത്തിന്, അല്ലെ മൗലിദ് പോലത്തെ സദസ്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ പണ്ഡിതന്മാരെ കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു പണ്ഡിതനോട് സുപ്രയിൽ സംഗമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറയാം. ചോദിക്കും, ഒരാ പണ്ഡിതന്റെ കൂടെയും സുപ്രയിൽ സംഗമിച്ചിട്ടില്ല. മൗലിദ് ഉണ്ടെങ്കിൽ വരൂല, റാത്തീബ് ഉണ്ടെങ്കിൽ വരൂല, തോന്നിയ പോലെ ഇങ്ങനെ നടക്കുകയാണ്. നാലാമതായി അള്ളാഹു ഒരു ലാസ്റ്റ് ചാൻസ് കൂടെ കൊടുക്കുകയാണ്, ഏതെങ്കിലും പണ്ഡിതനെ പ്രിയം വെച്ചവനെ പ്രിയം വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, പ്രിയം വെച്ചവനെ പ്രിയം വെച്ചിട്ടുണ്ടോ ചോദിക്കും. അതെ, ഞാൻ പണ്ഡിതന്മാരെ പ്രിയം വെച്ച ആളുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ജിബ്രീലേ, എന്റെ പണ്ഡിതനെ പ്രിയം വെച്ചവനെ, ആ ചെറുപ്പക്കാരനെ പ്രിയം വെച്ചതുകൊണ്ട്, ഇഷ്ടം വെച്ചതുകൊണ്ട് ആ ചെറുപ്പക്കാരനെ സ്വർഗത്തിലേക്ക് നീ കൊണ്ടുപോകണേ. എന്റെ തോപ്പയുടെ സ്വർഗത്തിന്റെ സദസ്സിലോട്ട് കടന്നു വന്നവരെ, അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ അഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾക്ക് അഭിമാനത്തോടെ പറയണമെങ്കിൽ, സുബ്ഹാനല്ലാഹ്, എന്റെ ചെറുപ്പക്കാരാ, പെങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ ഇൽമിന് വല്ലാതെ മുഹബ്ബത്ത് വെക്കേണ്ടതാ.
എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, എനിക്ക് ആലിമാകാൻ പറ്റിയില്ല, എനിക്ക് മുതല്ലിമാകാൻ പറ്റിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്ന മറുപടിയാണ് മുസ്ലിമേ, വർഷത്തിൽ 1-2 തവണ നടക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വിജ്ഞാനത്തിന്റെ സദസ്സിലോട്ട് കടന്നു വന്നിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, വലതുഭാഗത്തുള്ള നമ്മുടെ മലക്കുകളെമ്പാടും നന്മ അങ്ങ് എഴുതി വെക്കുകയാ. വിജ്ഞാനത്തിന്റെ ഓരോ മണിമുത്തുകളും കേൾക്കുമ്പോ, വിജ്ഞാനത്തിന്റെ ഓരോ മണിമുത്തുകളും കേൾക്കുമ്പോ ഒരുപാട് പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്.